ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ മഹാഭാരതത്തിലെ ഒരു കഥ പറഞ്ഞിരുന്നു. ഏതാണ്? ഗരുഡ ഭഗവാന്റെ ജനനം, അല്ലേ? പക്ഷീന്ദ്രനായ ഗരുഡൻ്റെ ജനനം. ഗരുഡൻ തൻ്റെ അമ്മയെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു കഥ, മഹാഭാരതത്തിലെ വളരെ മനോഹരമായ ഒരു കഥയാണത്. ആ കഥ എല്ലാവരും കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കണം. നമ്മുടെ ചാനലിലുണ്ട്. മഹാഭാരതം എന്നൊരു ഫോൾഡർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ. അതിനകത്ത് ഞാൻ ആ കഥ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ കഥ കേൾക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കദ്രുവിൻ്റെ വാക്കുകൾ അനുസരിക്കാതിരുന്ന നാഗങ്ങളെ കദ്രു ശപിച്ചിരുന്നു. എന്താണ് ശപിച്ചത്? പരീക്ഷത്തിൻ്റെ മകനായ ജനമേജയൻ്റെ സർപ്പയജ്ഞത്തിൽപ്പെട്ട് മരിച്ചു പോകട്ടെ എന്നാണ് ആ അമ്മ മക്കളെ ശപിച്ചത്. അങ്ങനെ ഈ ശാപം അമ്മയുടെ വാക്ക് അനുസരിക്കാതിരുന്ന നാഗങ്ങൾ മനസ്സിലാക്കുകയും അവർ ശാപമോചനത്തിന് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ശാപം ഏറ്റ നാഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു ശേഷനാഗമുണ്ടായിരുന്നു. ഈ ശേഷനാഗം കൂട്ടം പിരിയുകയും എന്നിട്ട് ഉഗ്രമായ ഒരു തപസ് ആരംഭിക്കുകയും ചെയ്തു. വായു മാത്രം ഭക്ഷിച്ചിട്ടാണ് ആ നാഗശ്രേഷ്ഠൻ തപസ് അനുഷ്ഠിച്ചത്. അങ്ങനെ ഈ നാഗം ഗന്ധമാദനം, അതുപോലെ ബദരികാശ്രമം, ഗോകർണം, ഹിമാലയം തുടങ്ങിയ വളരെ പാവനമായ സ്ഥലങ്ങളിലെല്ലാം തന്നെ ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും തപസ്സും വ്രതവുമൊക്കെ എടുത്തിട്ട് ഈ ശേഷനാഗം അങ്ങ് എല്ലും തോലുമായി തീരുകയും ചെയ്തു. അത്ര കഠിനമായ വ്രതമായിരുന്നു, തപസ്സായിരുന്നു ഈ ശേഷനാഗം എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ബ്രഹ്മദേവൻ ഈ ശേഷനാഗത്തിൻ്റെ അടുത്ത് എത്തുകയും എന്നിട്ട് ചോദിക്കുകയും ചെയ്യുന്നു. എന്താണ് ചോദിച്ചത്? അല്ലയോ ശേഷനാഗമേ, എന്തിനാണ് നീ ഇത്ര തീവ്രമായ തപസ് അനുഷ്ഠിക്കുന്നത്? എന്താണ് നിൻ്റെ ആഗ്രഹം? ഇങ്ങനെ ചോദിച്ചപ്പോൾ ശേഷൻ മറുപടി പറയുകയാണ്, ഭഗവാനെ, എൻ്റെ കൂടെയുള്ള മറ്റു നാഗങ്ങളെല്ലാം തന്നെ മണ്ടന്മാരാണ്. അവരോടുകൂടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ പരസ്പരം ശത്രുക്കളായിട്ടാണ് കഴിയുന്നത്. അതുപോലെ തന്നെ വിനതമാതാവിൻ്റെ പുത്രനായ ഗരുഡനോടും അതുപോലെ തന്നെ മറ്റൊരു പുത്രനായ അരുണനോടും അവർക്ക് വലിയ വിരോധമാണ്. ഏതായാലും തപസ്സിൻ്റെ താപത്തിൽ തന്നെ ഞാൻ ഈ ശരീരം ദഹിപ്പിച്ചു കളയും. ഈ ജന്മത്തിൽ മാത്രമല്ല, ഇനി വരുന്ന ജന്മങ്ങളിലൊന്നും എനിക്ക് എൻ്റെ കൂട്ടത്തിലുള്ള നാഗങ്ങളോട് യാതൊരു സൗഹൃദവും വേണ്ട. എനിക്കവരോട് യാതൊരു താല്പര്യവും ഇല്ല. ഇതാണ് ഈ ശേഷനാഗം ബ്രഹ്മദേവനോട് പറഞ്ഞത്. അപ്പോൾ ബ്രഹ്മദേവൻ ഈ നാഗത്തിനോട് പറയുകയാണ്, ശേഷ, നിൻ്റെ സഹോദരന്മാരുടെ കാര്യമെല്ലാം എനിക്കറിയാം. അവർ മാതാവിൻ്റെ ശാപത്തിൽപ്പെട്ട് കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. ഞാൻ എന്തായാലും അതിനൊരു പരിഹാരം കാണുന്നുണ്ട്. നീ നിനക്ക് ആവശ്യമുള്ള വരം വാങ്ങിച്ചു കൊള്ളുക എന്ന് ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ ശേഷൻ ഒരു വരം ചോദിക്കുന്നു. എന്താണ് ആ വരം? ധർമ്മത്തിലും തപത്തിലും ശാന്തിയിലും ഉറച്ചത് തന്നെയായിരിക്കണം എൻ്റെ ബുദ്ധി. എനിക്കത് മാത്രം മതി, മറ്റൊരു വരവും വേണ്ട എന്നാണ് ശേഷൻ ബ്രഹ്മാവിനോട് പറഞ്ഞത്. ബ്രഹ്മാവ് അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് ആ വരം കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ബ്രഹ്മദേവൻ ശേഷനാഗത്തിനോട് പറയുകയാണ്, ചഞ്ചലയായിരിക്കുന്ന ഭൂമിയെ നീ വഹിച്ചു കൊള്ളുക, അതിൻ്റെ ഇളക്കം ഇല്ലാതെയാക്കുക എന്നാണ് ബ്രഹ്മദേവൻ ഈ നാഗത്തിനോട് പറഞ്ഞത്. ഉടൻ തന്നെ ഈ ശേഷനാഗം ബ്രഹ്മാവിനോട് പറയുകയാണ്, അങ്ങ് ദയവായി ഈ ഭൂമിയെ എൻ്റെ ശിരസിൽ വയ്ക്കുക. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ശേഷനാഗം ഭൂമിയുടെ ഒരു വിടവിലൂടെ പ്രവേശിക്കുകയും
സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂമിയെ തൻ്റെ തലയിലേക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ഭൂമിയെ തലയിലേറ്റിയിരിക്കുന്ന നാഗമാണ് ശേഷനാഗം എന്ന് വിശ്വസിക്കുന്നു. ശേഷനാഗത്തിൻ്റെ ധർമ്മബുദ്ധിയും ധൈര്യവും ശക്തിയും കണ്ടിട്ട് ബ്രഹ്മദേവന് വളരെയധികം സന്തോഷമുണ്ടാവുകയും അങ്ങനെ അദ്ദേഹം സന്തോഷവാനായി തിരിച്ച് ബ്രഹ്മലോകത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ നാഗങ്ങളുണ്ടല്ലോ, മറ്റു നാഗങ്ങൾ, അക്കൂട്ടത്തിൽ വാസുകി എന്നൊരു നാഗമുണ്ടായിരുന്നു. ഈ നാഗത്തിന് കദ്രുവിൻ്റെ ശാപവും ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വാസുകിക്ക് വളരെയധികം സങ്കടം തോന്നുകയും തൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടിയിട്ട് എന്താണ് ഈ ശാപമോചനത്തിന് ഒരു വഴി എന്ന് ചിന്തിക്കുവാനും തുടങ്ങി. വാസുകി തൻ്റെ സഹോദര സർപ്പങ്ങളോട് പറയുകയാണ്, അമ്മ നമ്മെ ശപിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്തായാലും നമുക്ക് ഒരുമിച്ച് തന്നെ അതിനൊരു പരിഹാരം കാണണം. സാധാരണ എല്ലാ ശാപങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. എന്നാൽ അമ്മയിൽ നിന്നുള്ള ശാപത്തിന് നമ്മൾ യാതൊരു പരിഹാരവും കാണുന്നില്ല. അതുകൊണ്ട് ദുഃഖിച്ചിരുന്നിട്ട് സമയം കളഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ആപത്ത് വന്ന് പിണഞ്ഞാൽ പരിഹാരം കണ്ടുപിടിക്കുകയാണ് ആകെ ഒരു വഴി. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തേ മതിയാകൂ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ജനമേജയൻ്റെ സർപ്പയജ്ഞത്തിൽ തീപ്പെട്ടു പോവുക തന്നെ ചെയ്യും. ഉടനെ ചില നാഗങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ബ്രാഹ്മണരായി ജനമേജയനെ സമീപിച്ചിട്ട് യാഗം നടത്താതിരിക്കാനുള്ള ഭിക്ഷ വാങ്ങിക്കാം. അതായത് ഈ ബ്രാഹ്മണർ ചെന്നിട്ട് ഭിക്ഷ തരണം എന്ന് പറയുമ്പോൾ സാധാരണ രാജാക്കന്മാർ എന്താണ് വേണ്ടത് ചോദിച്ചു കൊള്ളുക എന്ന് പറയും. ആ സമയത്ത് ബ്രാഹ്മണർ ചോദിക്കുന്നതൊക്കെ തന്നെ രാജാവ് കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നാണ്. അതായത് യജ്ഞം നടത്തരുത്, അത് ചോദിക്കാം എന്ന് ഈ നാഗങ്ങൾ പറയുകയാണ്. ചിലർ ബ്രാഹ്മണരുടെ വേഷം ധരിച്ചിട്ട് അങ്ങനെ പോകാം എന്ന് പറയുന്നു. മറ്റു ചിലർ പറയുകയാണ്, ഞങ്ങൾ വേഷം മാറി ഈ ജനമേജയൻ്റെ മന്ത്രിമാരാകാം, എന്നിട്ട് ഞങ്ങൾ ജനമേജയനെ ഉപദേശിക്കാം, യാഗം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ എത്തിക്കാം. ഇങ്ങനെ ചില നാഗങ്ങൾ പറയുന്നു. മറ്റു ചിലർ പറയുകയാണ്, പുരോഹിതനില്ലാതെ വന്നാൽ യജ്ഞം നടക്കുകയില്ല, അതുകൊണ്ട് നമുക്ക് യജ്ഞം ചെയ്യാൻ വരുന്ന പുരോഹിതനെ തന്നെ കൊന്നുകളഞ്ഞേക്കാം. ഇങ്ങനെയും ചിലർ പറയുന്നു. അത് കേട്ടപ്പോൾ ചില നല്ല നാഗങ്ങളുണ്ട്. അവർ പറയുകയാണ്, പുരോഹിതനെ കൊല്ലുന്നത് ബ്രഹ്മഹത്യയാണ്, അത് ചെയ്യരുത്. ആപത്ത് വരുമ്പോൾ ധർമ്മമാർഗം നമ്മൾ അവലംബിക്കണം, അങ്ങനെ വേണം രക്ഷ നേടാൻ. അധർമ്മം ആശ്രയിച്ചാൽ നമുക്ക് നാശമുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഒരു കാര്യം ചെയ്യാം, മഴ പെയ്യിച്ചിട്ട്, അതായത് ഞങ്ങൾ മേഘമായി പ്രവർത്തിച്ച് മഴ പെയ്യിച്ചിട്ട് യാഗാഗ്നിയെ കെടുത്താം. ഞങ്ങൾ യജ്ഞസാമഗ്രികൾ മോഷ്ടിച്ചു കൊണ്ടുപോയി യാഗം മുടക്കാം. അല്ലെങ്കിൽ യജ്ഞത്തിന് പങ്കെടുക്കാൻ വരുന്ന ആളുകളെ കൊത്തിക്കൊല്ലാം. ഇങ്ങനെ പല കാര്യങ്ങളാണ് ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും ഉയർന്നു വന്നത്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ തീരുമാനങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഒടുവിൽ എല്ലാവരും കൂടി അവസാനമായി എന്തു വേണം എന്നുള്ളതിനൊരു തീർപ്പിനായിട്ട് വാസുകിയോട് എന്താണ് ഇതിനൊരു തീർപ്പ് എന്ന് വാസുകി തന്നെ കൽപ്പിച്ചു കൊള്ളാനായിട്ട് പറയുന്നു. എന്നാൽ വാസുകിക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. വാസുകി കശ്യപനോട് ഉപദേശം തേടാനായിട്ട് തീരുമാനിച്ചു. നാഗങ്ങളുടെ കൂട്ടത്തിൽ ഏലാപത്രം എന്നു പേരുള്ള ഒരു നാഗമുണ്ടായിരുന്നു. മറ്റു സർപ്പങ്ങളുടെയും വാസുകിയുടെയും അഭിപ്രായം കേട്ട ഏലാപത്ര നാഗം ഇങ്ങനെ പറയുകയാണ്, യജ്ഞം തടസ്സപ്പെടുത്തുക എന്നതോ ജനമേജയനെ യജ്ഞത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതോ സാധ്യമായ കാര്യമല്ല. അവിചാരിതമായി വന്നു ചേർന്ന ദുഃഖം നമ്മുടെ വിധിയുടെ തീർപ്പിന് വിടാം.
ആരുടെ കാല് പിടിച്ചാലും നടക്കുന്ന കാര്യമല്ല. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. മാതാവായ കദ്രു നമ്മെ ശപിച്ച വേളയിൽ ഭയന്ന് വിറച്ച ഞാൻ അമ്മയുടെ മടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ലോകത്തിതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഈ നിർദ്ദയമായ ശാപവാർത്ത അറിഞ്ഞ ദേവതകൾ ബ്രഹ്മദേവൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ഭഗവാനെ, കഠോരഹൃദയായ കദ്രു തൻ്റെ മക്കളെ നിഷ്ഠൂരമായി ശപിച്ചിരിക്കുന്നു. എന്തൊരമ്മയാണിത്! ഇങ്ങനെയൊരമ്മ പ്രപഞ്ചത്തിലുണ്ടോ? ബ്രഹ്മദേവ, അങ്ങും ഈ ശാപത്തെ ശരിവെക്കുകയാണോ? എന്താണിതിന് കാരണം? ഇങ്ങനെ ദേവന്മാർ ബ്രഹ്മദേവനോട് ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ മറുപടിയായി ഇങ്ങനെയാണ് പറഞ്ഞത്: ദേവന്മാരെ, ഈ ഭൂമിയിൽ സർപ്പങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. അവ അത്യന്തം കോപമായ ഭാവമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അവയ്ക്കെല്ലാം തന്നെ മാരകമായ വിഷമാണ് ഉള്ളത്. അതുകൊണ്ട് പാമ്പുകളുടെ നാശം വിതയ്ക്കുന്ന ഈ ശാപം പൊതു താൽപ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് കദ്രുവിനെ ഞാൻ തടയാത്തത്. കദ്രു ചെയ്തത് നല്ല കാര്യമാണ്. ഈ ശാപം കൊണ്ട് ഉപദ്രവകാരികളായ സർപ്പങ്ങൾ മാത്രമേ നശിക്കൂ. ധർമാത്മാക്കളായ നാഗങ്ങൾ സുരക്ഷിതരായി ഇരിക്കുക തന്നെ ചെയ്യും. ഇനി ഒരു കാര്യം കൂടി കേട്ടുകൊള്ളുക. യയാവര വംശത്തിൽ ജരത്കാരു എന്നു പേരുള്ള ഒരു ഋഷിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ആസ്തികൻ. ജനിക്കാൻ പോകുന്ന ആസ്തികന് മാത്രമേ ജനമേജയൻ്റെ സർപ്പയജ്ഞം അവസാനിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ജരത്കാരുവിൻ്റെ ഭാര്യയുടെ പേരും ജരത്കാരു എന്ന് തന്നെയാണ്. അവൾ സർവശ്രേഷ്ഠനായ വാസുകിയുടെ സഹോദരിയാണ്. ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് മാത്രമേ മാർഗമുള്ളൂ. അതായത് വാസുകിയുടെ സഹോദരിയായ ജരത്കാരുവിന് ജനിക്കുന്ന പുത്രൻ, ആ ജരത്കാരുവിൻ്റെ ഭർത്താവും മറ്റൊരു ജരത്കാരു തന്നെയായിരിക്കും. അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേര് ജരത്കാരു എന്നാണ്. അവർക്കുണ്ടാകുന്ന കുട്ടി ആസ്തികൻ. ആ ആസ്തികന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ബ്രഹ്മദേവൻ മറ്റു ദേവതകളോട് പറഞ്ഞ കാര്യം ഈ നാഗം മറ്റു നാഗങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ വഴിയെന്ന് മറ്റു നാഗങ്ങളും മനസ്സിലാക്കുന്നു. ഹരേ കൃഷ്ണ. ഇതിനകത്തു നിന്നും നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇവിടെ കദ്രുവും വിനതയും കശ്യപ മുനിയെയാണ് വിവാഹം കഴിച്ചത്. രണ്ടുപേർക്കും അദ്ദേഹം വരങ്ങൾ കൊടുത്തു. കദ്രു 1000 സർപ്പങ്ങളെയാണ് പുത്രന്മാരായി ആഗ്രഹിച്ചത്. വിനിത 2 പുത്രന്മാരെ. 1000 വിഷപ്പാമ്പുകളെ പുത്രന്മാരായി സ്വീകരിച്ച കദ്രുവിൻ്റെ മനസ്സ് വിഷലിപ്തമാണ് എന്ന് ആർക്കും തോന്നിപ്പോകും. പക്ഷേ വിനിത 2 പുത്രന്മാരെ ആഗ്രഹിച്ചു. പക്ഷേ ആ 2 പേരും കദ്രുവിൻ്റെ 1000 നാഗങ്ങളെക്കാളും പരാക്രമികളായിരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. 2 പേരുടെയും ആഗ്രഹത്തിൽ ധർമ്മഭ്രംശം ഉണ്ട്. അതായത് നല്ല മനസ്സോടുകൂടിയല്ല 2 പേരും ആഗ്രഹിച്ചത്. ഇവരുടെ ചിന്ത, ഈ ധർമ്മഭ്രംശം 2 പേരെയും ദുഃഖത്തിൽ ആഴ്ത്തുന്നും ഉണ്ട്. വിനതയ്ക്ക് വന്ന ദാസ്യഭാവം കദ്രുവിൻ്റെ ദുർബുദ്ധിയാണെങ്കിൽ കദ്രുവിൻ്റെ മക്കൾ ഒന്നടങ്കം വിനിതയുടെ മകനായ ഗരുഡനാൽ അമൃതിൻ്റെ കാര്യത്തിൽ ചതിക്കപ്പെട്ടു. ഒരു വരം സ്വീകരിക്കുവാൻ അവസരം കിട്ടുമ്പോൾ തികവാർന്ന നിലയിൽ ധർമ്മം മുൻനിർത്തി ആ വരം നേടിയില്ലെങ്കിൽ അത് കഷ്ടവും നഷ്ടവും ആപത്തും ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതായത് വരം ചോദിച്ചു, പക്ഷേ ആ വരം തങ്ങൾ സമർത്ഥരായിരിക്കണം, മറ്റുള്ളവരെക്കാൾ
കേമന്മാരായിരിക്കണം. ഇങ്ങനെയുള്ള പല ദുഷ്ടബുദ്ധികളോടുകൂടിയാണ് ആ വരം സ്വീകരിച്ചത്. അത് അവർക്ക് തന്നെ പലപ്പോഴും നാശമായി തീർന്നു എന്നുള്ളതാണ് ഇവിടെ വ്യാസഭഗവാൻ ഈ കഥകളിലൂടെയൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അതുപോലെ അന്യായത്തിന് കൂട്ടുനിൽക്കാത്ത സർപ്പങ്ങളെയാണ് കദ്രു തീപ്പെട്ടു പോകുവാൻ ശപിച്ചത്. അധർമ്മത്തിന് കൂട്ടുനിൽക്കാത്തവർക്കാണ് ഇവിടെ ശാപം ലഭിച്ചത്. അത് ശരിയാണോ? അത് ശരിയല്ല. സർവം സഹയാണ് ഭൂമി. ഒരമ്മയ്ക്കും ഈ ഭാവമുണ്ട്. അത് ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെ ഒരമ്മ സ്വന്തം മക്കളെ എന്തിനാണ് ശപിച്ചത്? വ്യാസഭഗവാൻ എന്താണ് അതിന് മറുപടി നൽകുന്നത്? കദ്രു നാഗങ്ങളെ ശപിക്കുമ്പോൾ എലാപത്രം എന്ന നാഗം അമ്മയുടെ മടിയിൽ ഭയന്നു വിറച്ച് ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ലോകത്തിതുവരെ ഒരമ്മയും ചെയ്യാത്ത ഒരു നടപടിയായിരുന്നു ഈ ശാപം. ഇതറിഞ്ഞ ദേവന്മാർ ശാപമോചനത്തിനു വേണ്ടി ബ്രഹ്മാവിനെ സമീപിക്കുകയാണ്. ഈ വിഷയത്തിലുള്ള ബ്രഹ്മാവിൻ്റെ അഭിപ്രായമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്നത്. അതായത് നാഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. നാഗങ്ങളെല്ലാം മാരകമായ വിഷം വമിക്കുന്നവരാണ്. ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ ശരിയാകില്ല. അതുകൊണ്ട് അവരുടെ എണ്ണം കുറയ്ക്കണം. അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ കദ്രു ശപിച്ചു. പക്ഷേ ബ്രഹ്മദേവൻ പറയുന്നുണ്ട്, നല്ല നാഗങ്ങൾ ഒരിക്കലും അതിൽ പെടില്ല. അതായത് ജനമേജയൻ്റെ സർപ്പയജ്ഞത്തിൽ നശിക്കില്ല. ലോകത്തിന് ഉപദ്രവം ചെയ്യുന്ന പാമ്പുകൾക്ക് മാത്രമേ ദോഷമുണ്ടാവുകയുള്ളൂ എന്ന് ബ്രഹ്മദേവൻ പറയുന്നു. അതിനാൽ കദ്രുവിൻ്റെ ശാപം ലോകത്തിന് നാശമുണ്ടാക്കുന്ന നാഗങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്നാണ് ഇവിടെ ബ്രഹ്മദേവൻ പറയുന്നത്. അതാണ് വ്യാസഭഗവാൻ നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. ആ നിലയിൽ അമ്മ മക്കളെ ശപിച്ചു എന്നുള്ള വ്യാഖ്യാനത്തിനപ്പുറമായി ഈ നാഗങ്ങൾക്കുള്ള ശാപത്തെ ലോകത്തിൻ്റെ സംരക്ഷണമായി കണക്കാക്കണം എന്നാണ് വ്യാസൻ പറയുന്നത്. ഇക്കാലത്ത് നമുക്കറിയാം, ഭീകരവാദിയായ ചിലരെ അവരുടെ അമ്മമാർ തന്നെ ശപിക്കുന്നതായിട്ടും അതുപോലെ അവരെ നിയമപാലകരുടെ കൈകളിലേക്ക് പിടിച്ചു കൊടുക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ശാപവും ഇവിടെ ഫലിച്ചത്. അപ്പോൾ കദ്രുവിൻ്റെ ശാപം, കദ്രുവിനെ കൊണ്ട് സർവേശ്വരൻ അങ്ങനെ ശപിപ്പിച്ചത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് ലോകത്തിന് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കദ്രുവിനെ കൊണ്ട് അത്തരത്തിൽ ശപിപ്പിച്ചത്. അത് മനസ്സിലാക്കാനായി ഒരു നാഗം അമ്മയുടെ മടിയിൽ ഒളിച്ചിരിക്കുന്നു ഉണ്ടായിരുന്നു. ഇതൊക്കെ സർവേശ്വരൻ്റെ ലീലകളാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. ഏതൊരു കാര്യത്തിനും അതിൻ്റെ പുറകിൽ ഒരു നന്മയുണ്ടാകുമെന്ന് വ്യാസഭഗവാൻ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥാഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പഠിക്കുക മഹാഭാരതം. നമുക്ക് അടുത്ത ദിവസം ജരത്കാരുവിൻ്റെ കഥയും അതുപോലെ ആസ്തികൻ്റെ ജനനവും നമുക്ക് പഠിക്കാം. വളരെ ശ്രദ്ധിച്ചു പഠിക്കേണ്ടുന്ന ഭാഗങ്ങളാണ് മഹാഭാരതത്തിലെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ. മഹാഭാരതത്തിലെ മറ്റു കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും സാധാരണ. അതായത് പാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും കൗരവരുടെയും ഒക്കെ കഥ പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് പാണ്ഡവരുടെ വനവാസത്തിന് ശേഷമുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വിശദമായിട്ട് പഠിക്കണം. നമുക്ക് രാമായണ മാസം കഴിയുമ്പോൾ മഹാഭാരതത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ മുതൽ നമുക്ക് കുറേശ്ശെയായിട്ട് ഇതേപോലെ ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് പഠിക്കാം. അതായത് വ്യാസഭഗവാനും ഭീഷ്മരും അംബാലികമാരും അങ്ങനെ ആ കുരുവംശത്തിൻ്റെ ചരിത്രം മുതൽ നമുക്ക് പഠിച്ചു പോകാം. ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ കർക്കിടകം തുടങ്ങാനായിട്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഇതുപോലുള്ള കഥകൾ, ആ കഥകൾ നമുക്ക് മനസ്സിലാക്കി പോകാം. നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം, നാമം ജപിക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.